ആരോഗ്യ പ്രവർത്തകനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന OS സത്യനെ അനുസ്മരിച്ചു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളം ഒട്ടേറെ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞ ജാതീയമായിട്ടും മതപരമായിട്ടും ജന്മിത്വത്തിന്റെ ഭാഗമായിട്ടും ഒട്ടേറെ നീചത്വങ്ങൾ അടങ്ങിയിരുന്ന കേരളമായിരുന്നു. ഒട്ടേറെ നവോത്ഥാന പ്രക്ഷോഭണം നടത്തിയ ഭാഗമായിട്ടാണ് ഇന്ന് കേരളമായത്. അങ്ങനെയാണ് അപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കാഴ്ചവെച്ചു. ആരോഗ്യവും വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇടപെട്ടത്. സത്യേട്ടന്റെ പ്രവർത്തനം ആരോഗ്യവും ശുചിത്വമായിരുന്നു. 2016 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ 4 മിഷന്റെ ഭാഗമായിട്ട് പ്രാധാന്യം കൊടുത്ത ലൈഫും പൊതു ആരോഗ്യം, പൊതുവിദ്യാഭ്യാസവും മാലിന്യ സംസ്കരണ ശുചിത്വവുമാണ്. അനുസ്മരണ സമിതി ചെയർമാൻ ഡോക്ടർ NR ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. നവോത്ഥാനവും വർത്തമാനകാല സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയിടം സത്യൻ സ്മാരക പ്രഭാഷണം നടത്തി. എന്താണ് സമകാല കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതിയും നവോത്ഥാനം എന്ന ചരിത്ര സന്ദർഭത്തോട് അതിന്റെ ബന്ധവും ആലോചിച്ചാൽ നമുക്ക് വാസ്തവത്തിൽ വലിയൊരു വൈരുദ്ധ്യം അനുഭവപ്പെടാതിരിക്കില്ല. അതെന്താന്ന് വെച്ചാൽ കേരളം ഒരു സമൂഹം എന്ന നിലയ്ക്ക്, ഒരു ജനവിഭാഗം എന്ന നിലയ്ക്ക് മലയാളികൾ വളരെ വലിയ സാമൂഹ്യ വികാസത്തിൻ്റെ തലങ്ങളിൽ എത്തിയ ഒരു ജനതയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏത് സൂചിക എടുത്ത് പരിശോധിച്ചാലും കേരളം വളരെ വളരെ മുന്നിലാണ് എന്ന് കാണാൻ പറ്റും. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജനറൽ കൺവീനർ PB സജീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജിസി രഘുനാഥ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മികച്ച ശുചിത്വ ഹരിത വിദ്യാലയത്തിനുള്ള സത്യൻ സ്മാരക പുരസ്കാരത്തിനും ക്യാഷ് അവാർഡിനും അർഹരായ പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂൾ, 2-3 സ്ഥാനങ്ങൾ നേടിയ എടതിരുത്തി സെന്റ് ആൻസ് UP സ്കൂൾ, IMUP സ്കൂൾ അഴീക്കോട് എന്നിവർക്കും മത്സര വിജയികളായ കുട്ടികൾക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.